ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇന്ന് 5ാം മാസം സ്കാനിങ് ആണ് കേട്ടോ. അനോമലി സ്കാനിങ് ആണ്. എനിക്ക് 5 തുടങ്ങിയിട്ടില്ല, 4 കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് 5 തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് 8:30 ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷടപടേന്ന് ഒരുങ്ങി ഇറങ്ങിയതാണ്. ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എന്നത്തെയും പോലെ അവർ പറഞ്ഞിട്ടുണ്ട് വെള്ളം അധികം കുടിക്കണ്ട, തൊണ്ട നനയാൻ വേണ്ടി മാത്രമേ കുടിക്കാവൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. നമ്മളവിടെ ചെല്ലുമ്പോഴും യൂറിൻ പാസ് ചെയ്തതിന് ശേഷമാണ് സ്കാനിങ്ങിന് കയറ്റുന്നത്. കുറേ പേരിങ്ങനെ പറഞ്ഞിരുന്നു ബ്ലാഡർ നിറഞ്ഞിരുന്നിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല, എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. പലയിടത്തും പല രീതിയിലാണ് കേട്ടോ. എനിക്ക് ആദ്യം തൊട്ടേ ഇങ്ങനെയായിരുന്നു ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് കയറി സ്കാൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ ഒരു വെള്ളം നമുക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മൂത്രമൊന്നും ഒഴിക്കരുത്, ബ്ലാഡർ നിറഞ്ഞിരിക്കട്ടെ എന്നും കൂടെ പറയും. 2 രീതിയിൽ നോക്കാറുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. പോകുന്ന വഴിക്കാണ് ഞാനൊരു കാര്യം മറന്നുപോയത്. ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ മറന്നുപോയി. ഫുഡ് കഴിച്ചങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അവിടെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓർത്തു. പിന്നെ നമുക്ക് തിരിച്ചു പോയി എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പിന്നെ പോയില്ല. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. 8:30 എത്തി. നമ്മൾ 9:30 കഴിഞ്ഞപ്പോഴാണ് എന്നെ സ്കാനിങ്ങിന് കയറ്റിയത് കേട്ടോ. കുറേ നേരം അവിടെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവർ നടന്നിട്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ നടന്നൊന്നും ഇല്ല. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു നടക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. നമുക്ക് ഡെലിവറി നേരത്തെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. സർവിക്കൽ ചിലപ്പം ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചിലപ്പോൾ ഉണ്ടായാലോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സ്കാനിങ് എനിക്ക് കഴിഞ്ഞു. ഇനി ഒരുപാട് കിട്ടാനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പോയി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ട് വന്നോളാൻ പറഞ്ഞു. വെള്ളം അധികം കുടിക്കണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു കോഫിയോ ചായയോ എന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞു. എനിക്ക് പക്ഷേ അത്ര വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞൻ പറഞ്ഞു ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി ഒരു പരിപ്പ് വടയും ചായയും കുടിച്ചു. വിത്തൗട്ടാണ്. പക്ഷേ ഈ പരിപ്പുവട എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുവട, പക്ഷേ ഇത് അത്ര സുഖമില്ലായിരുന്നു. അമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും വെച്ച് നീട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവസാനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ 3 പേർക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ വന്ന് പിന്നെയും ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറേ ടൈമായി. 1 മണിക്കൂറായി 2 മണിക്കൂറായിട്ടും നമ്മളെ വിളിക്കുന്നില്ല. അങ്ങനെ അവസാനം പോയി ചോദിച്ചപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു പോയി ഫുഡ് കഴിച്ചിട്ട് വന്നോ, ഇനി 2-3 പേര് അകത്തുണ്ട്, അതും 5ാം മാസം സ്കാനിങ്ങിന് വന്നിട്ടുള്ളവരാ, എപ്പോഴാണ് തീരുന്നതെന്നൊന്നും അറിയത്തില്ല, അത് കഴിഞ്ഞിട്ടേ എന്നെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ പിന്നെ നമ്മക്കടേയും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സമയമാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. ഇന്ന് നമ്മൾ ബിരിയാണി ആട്ടോ മേടിച്ചത്. കഴിഞ്ഞ മാസം സ്കാനിങ്ങിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ബിരിയാണി കഴിക്കുന്നതിന് സങ്കടമൊന്നും ഇല്ലല്ലോ, നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പലർക്കും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കവിടെ കടയിൽ ഉള്ള സാധനങ്ങൾ മാത്രമല്ലേ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് കഴിച്ചു എന്ന് മാത്രം. പിന്നെ അതിൻ്റെ പേരിൽ നമുക്ക് സങ്കടം ഇല്ലയെന്നോ അല്ലെങ്കിൽ വിഷമം ഇല്ലെന്നോ ടെൻഷൻ ഇല്ലെന്നോ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ എന്ത് മനുഷ്യരാണ്, എൻ്റെ ഉദരത്തിൽ കിടക്കുന്നൊരു കുഞ്ഞ് ജീവനല്ലേ, അതിന് എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിച്ച് കൊടുക്കണ്ടേ. അപ്പോഴത്തെ വിശപ്പിന് അവിടെ എന്തുണ്ടായിരുന്നോ അതാണ് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത്. പിന്നെ പറയേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതൊക്കെ ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ 5ാം മാസം സ്കാനിങ്ങിൻ്റെ 2ാമത്തെ സ്കാനിങ്ങിന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. കുഞ്ഞ് ആദ്യം എങ്ങനെ ഇരുന്നു അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ കമിഴ്ന്ന് കിടക്കുകയും ചരിഞ്ഞ് കിടക്കുകയും ഒക്കെ കാരണം നമുക്ക് ഒത്തിരി വട്ടം എടുക്കേണ്ടി വന്നു. ഇന്നും അതേപോലെ തന്നെ കുത്തിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ സിറ്റ് ബേബി എന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. ഭയങ്കര പാടാണ് അങ്ങനെ ഇരിക്കുവാണെങ്കിൽ, ബേബി അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഭയങ്കര പാടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കി ഇരിക്കുകയാണ്. അതിലൂടെ കൈ വെച്ചിട്ട് മുഖം ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട്, കാലൊക്കെ ഇങ്ങനെ ചുരുക്കി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണോ സങ്കടമാണോ എന്ന് എനിക്കറിയത്തില്ല. രാവിലെ ഇരുത്ത അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് സ്കാനിങ് കഴിയുന്നവരെയും. അപ്പോൾ തിരിഞ്ഞ് വന്നിട്ടേ ഇല്ല. എനിക്കധികം നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ നടക്കണ്ടെന്നും പറഞ്ഞു. നടന്നാൽ പിന്നെയും തിരിഞ്ഞ് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അടുത്തൊരു ഡേറ്റ് ഇട്ട് തന്നാണ് ഞങ്ങളെ വിട്ടത്. ഇനിയും തിരിഞ്ഞ് വരണമെന്നില്ല, ഇനി നമുക്ക് പിന്നീട് നോക്കാമെന്നും പറഞ്ഞ് തന്നു വിട്ടു. ഇനിയും കിട്ടാനുണ്ട് കേട്ടോ. ഇപ്പം കിട്ടിയത് വെച്ചിട്ട് ബേബി നോർമലാണ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുഞ്ഞിൻ്റെ വെയിറ്റിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് വെയിറ്റ് അതിന് വേണ്ടിയിട്ട് ഒരു കുറവും ഇല്ല, അത്യാവശ്യം വേണ്ടുന്ന വെയിറ്റൊക്കെ ഉണ്ടെന്നാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അത് കേട്ടപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമായേ. പിന്നെ നമുക്ക് സർവിക്കലിന്
കുറച്ച് ചിലപ്പോൾ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് നേരത്തെ ഡെലിവറി ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞത് കേട്ടോ. പക്ഷെ പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്നുള്ള രീതി ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിൽ കയറി. അമ്മയും ശാലും കൂടെ അമ്മയും കുഞ്ഞനും കൂടെ സൂപ്പർ മാർക്കറ്റിൽ കയറി. ഞാൻ ആ കാറിൽ ഇരുന്ന് പുഴുകുമായിരുന്നു കേട്ടോ. അവർ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വിയർത്തൊലിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു. ആ ഒരു പരുവായിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇപ്പം വന്നാൽ മതി എന്നായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ കാറിലിരുത്തി ലോക്ക് ചെയ്തിട്ടായിരുന്നു കുഞ്ഞൻ പോയത്. എനിക്കിറങ്ങാനും വയ്യാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് വെള്ളം കുടിച്ച് എനിക്ക് വയ്യായിരുന്നു. കാരണം അത്രയ്ക്ക് അങ്ങ് ദാഹമായിരുന്നു. അങ്ങനെ തണുത്ത് എന്തെങ്കിലും കഴിക്കാം ഇങ്ങനെ കുടിക്കാനും ഒക്കെ തോന്നുമായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് അമ്മ പിന്നെ ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് തന്ന് ഐസൊക്കെ ഇട്ട് തന്നു കേട്ടോ. അത് കുടിച്ചപ്പോഴാണ് എൻ്റെ വയറിനൊക്കെ ഒരു തണുവ് കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ ഒറ്റ കിടപ്പായിരുന്നു. നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അവരിങ്ങനെ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നടുഭാഗം പൊക്കിയൊക്കെ അല്ലേ വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് നടുവിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ബാക്ക് പെയിൻ വരും കേട്ടോ സ്കാനിങ് കഴിഞ്ഞിറങ്ങുമ്പോൾ. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ രാത്രിയിലേക്ക് നമുക്കിന്ന് നൂഡിൽസ് ആയിരുന്നു. ഇതിൻ്റെ റെസിപ്പി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നൊരവസ്ഥയൊന്നും അല്ലായിരുന്നു കേട്ടോ. ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് നൂഡിൽസൊക്കെ കഴിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിപ്പോൾ മുട്ട തിന്നാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. മുട്ട എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. എത്ര മുട്ടയൊക്കെ ഞാൻ കഴിക്കുമായിരുന്നറിയോ ഇതിന് മുന്നേയൊക്കെ. പക്ഷേ എനിക്ക് എന്നും കഴിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്കത് കാണുമ്പോഴേ ഇപ്പോൾ ഒരു വല്ലാത്തൊരു മനമറിപ്പാണ്. പക്ഷെ അമ്മ എനിക്ക് എന്നും മുട്ട പുഴുങ്ങി തരും കേട്ടോ. എനിക്കാണെങ്കിൽ പറ്റുന്നേ ഇല്ല. അതിൻ്റെ മഞ്ഞ നമ്മൾ അധികം കഴിക്കാൻ പാടില്ലല്ലോ. ഒരെണ്ണമൊക്കെ കഴിക്കും, ബാക്കി വൈറ്റ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് 3ഉം 4ഒക്കെ തന്നുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 2എണ്ണത്തിൽ ഒതുക്കി നിർത്തിയേക്കാണ്. ഇത് കൊണ്ട് വെച്ചപ്പോഴേ ഞാനൊരു അമ്മയടുത്ത് പറയായിരുന്നു എനിക്ക് വേണ്ട. അമ്മേനെ വഴക്ക് പറഞ്ഞ് കൊല്ലുമായിരുന്നു. ഇനി മേലെ നിനക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യാൻ, എനിക്ക് കഴിക്കാൻ പറ്റണ്ടേ. ആ ഒരു കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര മനമറുപ്പാട്ടോ അത് കാണുമ്പം തന്നെ. എന്നിട്ട് എൻ്റെ കുഞ്ഞനാണെങ്കിൽ എന്നെ അവിടെ ഇരുത്തി കഴിപ്പിച്ചിട്ടേ വിട്ടുള്ളൂ. കഴിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അമ്മ വെള്ളം ഒഴിക്കാൻ ഇറങ്ങി വന്നു കേട്ടോ. നമ്മുടെ മോട്ടർ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണിട്ടേ ഇരിക്കും. അത് കുറച്ച് നേരം നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം വീഴുന്നിടത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. മുകളിലുള്ളവരും ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കും. അന്നേരം അവിടെ എല്ലാം അങ്ങ് തൊഴുമ്പാവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു ബക്കറ്റ് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ അത് വെള്ളം വീണിരിക്കും. ആ ഒരു വെള്ളം പിടിച്ച് നമ്മൾ ചെടിയൊക്കെ ഒഴിക്കും കേട്ടോ. അന്നേരം വെള്ളം നഷ്ടപ്പെട്ട് പോകത്തില്ലല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് അമ്മ ഇവിടുന്ന് ഒരു നമ്മുടെ 4 മണിയുടെ പൂ പറിച്ചുകൊണ്ട് വന്നത്. ഭയങ്കര മണമാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് മണം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. ഇതിന് മുന്നേ നമ്മുടെ അവിടെ ഇഷ്ടംപോലെ 4 മണി ഉണ്ടായിരുന്നു പല കളറിൽ. പക്ഷേ ഇതിനകത്ത് മണം ഉണ്ടെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ റൂമിൽ വന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറിയിടാൻ. ഇതിന് മുന്നേ ഞാൻ തന്നെ എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒന്നും ചെയ്യേണ്ട, നോക്കി നിന്നാൽ മാത്രം മതി കേട്ടോ. അവരൊക്കെ തന്നെ എല്ലാം ചെയ്തോളും. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ 2 പേരെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. കാണണമെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.